തിരുവനന്തപുരത്തെ മുത്തൂറ്റ് ബാങ്ക് വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് 5 അംഗങ്ങളടങ്ങിയ ഒരു കുടുംബം മുഴുവൻ പുറത്തിരിക്കേണ്ടി വന്ന ഒരു വാർത്ത നമ്മൾ ഇന്നലെ റിപ്പോർട്ടറിലൂടെയാണ് കേട്ടത്. അതിനെ തുടർന്ന് റിപ്പോർട്ടർ ചാനലും നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കൂടി ചേർന്ന് ആ ജപ്തി ഒഴിവാക്കി കൊടുത്തു എന്ന ആശ്വാസകരമായ ഒരു വാർത്തയും നമ്മൾ പിന്നെ റിപ്പോർട്ടറിലൂടെ തന്നെ കേട്ടു. പിന്നെ സുരേഷ് ഗോപി 10 ലക്ഷം രൂപ കൊടുത്ത് ജപ്തി ഒഴിവാക്കി കൊടുക്കാം, ഈ നിമിഷം വേണമെങ്കിലും പൈസ ഓൺലൈനിലൂടെ അടച്ച് അവരുടെ വീട് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് റിപ്പോർട്ടർ ചാനലിനോട് പറയുകയും റിപ്പോർട്ടർ ചാനൽ അതിനെ തുടർന്നിട്ട് മുത്തൂറ്റ് ബാങ്ക് അധികൃതരുമായിട്ട് ബന്ധപ്പെടുകയും പക്ഷേ അവർ അത് തുറന്നു കൊടുക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു. എന്തൊരു ദുഷ്ടത്തരമാണ് ചെയ്യുന്നത് ആലോചിച്ച് നോക്ക്. പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവരത് തുറന്നു കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നീട് യൂത്ത് കോൺഗ്രസ് ആളുകൾ ചെന്നിട്ടാണ് വാതിൽ തല്ലിപ്പൊളിച്ച് ആ കുടുംബത്തെ അകത്ത് കയറ്റി ഇരുത്തിയത്. എന്ത് തന്നെയായാലും സുരേഷ് ഗോപി ചെയ്ത വളരെ നല്ലൊരു കാര്യമാണ്. ഒരു നാക്കുപിഴവിൻ്റെയോ ഒരു വാക്കുപിഴവിൻ്റെയോ ഒരു വൈകാരികമായിട്ടുള്ള പ്രകടനത്തിൻ്റെയൊക്കെ പേരിൽ സുരേഷ് ഗോപിയെ ആളുകളൊക്കെ എന്തെല്ലാം മോശ വർത്താനം പറയുന്നല്ലേ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം BJP ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സമൂഹ മധ്യത്തിൽ വളരെയധികം മോശമായി ചിത്രീകരിക്കുകയും അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഇത് കാണേണ്ടത്. ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ആരായാലും അവരെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ വിമർശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്കായിരിക്കണം മുൻതൂക്കം നൽകേണ്ടത്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ താൻ അധ്വാനിക്കുന്നതിൻ്റെ പകുതിയിലധികം നാട്ടുകാർക്ക് ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹം ആരോടും പറഞ്ഞു നടക്കാറില്ല. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത് പരിഹാസവും കളിയാക്കലുകളുമാണ്. എന്തിൻ്റെ പേരിലാണത്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണോ? അതൊക്കെ നിർത്താറായില്ലേ? എന്തിനാണ് അദ്ദേഹത്തെ എങ്ങനെ വിമർശിക്കുന്നത്? അദ്ദേഹം ചെയ്യുന്ന നന്മകൾ കാണൂ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നന്മ തിരിച്ചറിയൂ. അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരികയും അത് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യും. മറച്ചു വയ്ക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. ചില സമയത്ത് മനുഷ്യർക്ക് നാക്കുപിഴവൊക്കെ സംഭവിക്കും. അതുമാത്രമേ അദ്ദേഹത്തിന് സംഭവിക്കുന്നുള്ളൂ. അതൊക്കെ എടുത്തു വെച്ച് ഒരു മനുഷ്യനെ ഇത്രയും മോശമായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിനായിട്ട് കുറേ അധികം ചാനലുകൾ തന്നെ രംഗത്തുണ്ട് ഇദ്ദേഹത്തെ കളിയാക്കാനായിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും ഇവരുടെയൊക്കെ കണ്ണു തുറക്കട്ടെ.